ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഉദ്ഹിയ്യത്തിൻ്റെ അഹ്കാമുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ പോകുന്നത്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഉദ്ഹിയ്യ വസ്സക എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിനെ ഷെയ്ഖ് തന്നെ തൽഖീസ് ചെയ്തിട്ടുണ്ട്, അഥവാ ചുരുക്കി എഴുതിയിട്ടുണ്ട്. അതിൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ് കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായിക്കൊണ്ട് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഉദ്ഹിയ്യത്തിൻ്റെ താരീഫും അതിൻ്റെ ഹുക്മുമാണ്. എന്താണ് ഉദ്ഹിയ്യത്ത്? ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനമായിട്ട് ഉലമാക്കൾ പറയുന്നത് മാ യുസ്ബഹു മിൻ ബഹീമത്തിൽ അൻആമി അയ്യാമൽ ഈദിൽ അദ്ഹ ബിസബബിൽ ഈദി തഖർറുബൻ ഇലല്ലാഹി അസ്സ വജല്ല. അഥവാ പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ എന്ന ഉദ്ദേശത്തിൽ അനുവദനീയമായ ബഹീമത്തുൽ അൻആമുകളിൽ നിന്ന് അനുവദിക്കപ്പെട്ടതിനെ അറുക്കുക. ഇതാണ് ഉദ്ഹിയ്യത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശആഇറുകളിൽപ്പെട്ടതാണ്. ശആഇറുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ, മതചിഹ്നങ്ങളിൽപ്പെട്ടതാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും മുസ്ലിമീങ്ങളുടെ ഇജ്മാഅ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു ഫസല്ലി ലിറബ്ബിക വൻഹർ. അവിടെ നീ നമസ്കരിക്കുക എന്ന് പ്രവാചകനോട് പറയുന്നു. ശേഷം വൻഹർ, അറവ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ അൻആം 162, 63 ആയത്തുകൾ ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇവിടെയും എൻ്റെ നമസ്കാരം, എൻ്റെ നുസുക്ക്, എൻ്റെ ജീവിതം, എൻ്റെ മരണം. അപ്പോൾ നുസുക്ക്, എൻ്റെ നുസുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്നെന്ത് ചെയ്തു? വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറഞ്ഞു. അപ്പോൾ നുസുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കളിൽ പലരും പറഞ്ഞതുപോലെ ഈ ദബഹാൻ അഥവാ അറവ്. അറവും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞാൽ ആ ഇബാദത്തിന്റെ പരിധിയിലാണ് അത് വരിക. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അറവ് നടത്താൻ പാടില്ല. മറ്റൊന്ന് സൂറത്തുൽ ഹജ്ജ് 34-ാമത്തെ ആയത്ത് വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അഥവാ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ എന്തുണ്ട്? മൻസക്കുകളുണ്ട്, ആരാധനകളുണ്ട്. ആ ആരാധനകളിൽ അവർ നിർവഹിക്കുന്ന ഒന്നാണെന്ത്? ഈ അറവുകൾ. അതെന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഇത് നമ്മളുടെ അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ മാത്രമല്ല, മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കും നിയമമാക്കപ്പെട്ട ഒന്നാണ്. നമ്മൾ നോമ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേൾക്കാറുള്ളത് പോലെ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അപ്പോൾ നമുക്കും നമ്മളുടെ മുൻപുള്ളവർക്കും നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. ഉലമാക്കൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടതും മുൻപുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുമായ ഒരു കാര്യമാണെങ്കിൽ
അത് റബ്ബിലേക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറിയിച്ചു നൽകുന്നത്. അതേപോലെ അറവ് എന്നുള്ളത് എന്താണ്? മുസ്ലിം നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ മുൻപുണ്ടായിരുന്ന ശരീഅത്തുകളിലുമുണ്ട്. അപ്പോൾ അതിനെന്ത് മനസ്സിലായി? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതേറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് റബ്ബ് എന്ത് ചെയ്തത്? ഈ പറയപ്പെട്ടതുപോലെ നിയമമാക്കിയത്. ഇനി ഹദീസുകളിലാണെങ്കിൽ ഇമാം അഹ്മദും തിർമിദിയൊക്കെ റിവായത്ത് ചെയ്യുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അവിടുന്ന് അദ്ദേഹം പറയുന്നു, അഖാമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീൻ, പ്രവാചകൻ മദീനയിൽ 10 വർഷം കഴിച്ചുകൂട്ടി. യുദഹി, ആ 10 വർഷവും പ്രവാചകൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഉദഹിയത്ത് അറുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിലും പ്രവാചകൻ ഉപേക്ഷിച്ചിട്ടില്ല. കൃത്യമായി എല്ലാ വർഷത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? ആവർത്തിച്ച് ഉദഹിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കാറുണ്ട്. അതുപോലെ ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ദബഹ ബഅദ الصلاة فقد تم نسكه وأصاب سنة المسلمين. ഒരാള് നമസ്കാരത്തിന് ശേഷമാണ് ഉദഹിയത്ത് അറുക്കുന്നതെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? പ്രതിഫലം ലഭിച്ചിരിക്കുന്നു. അയാൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് അയാൾ നിറവേറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ നുസുക്ക് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ നിർവഹിച്ച ആ ഉദഹിയത്ത് എന്ന് പറയുന്ന പ്രവർത്തനം അത് പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് മുൻപ് നിർവഹിക്കരുതെന്നാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നുണ്ട് ആ ചർച്ചയിലേക്ക്. ഇതൊക്കെ എന്താണ്? ഇത്തരത്തിലുള്ള വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും അഹാദീസുകളും ഒക്കെ അറിയിക്കുന്നത് ഇത് ദീനുൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അത് റബ്ബിലേക്ക് അടുക്കാൻ ഏറ്റവും സാധിക്കുന്ന ഒരു പ്രതിഫലമുള്ള പ്രവർത്തനവുമാണ്. ഇനി ഇതിൻ്റെ ഹുക്ം എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണല്ലോ. അഥവാ ഇത്തരത്തിൽ ഉദഹിയത്തിൽ അറവ് നടത്തുക എന്നതിൻ്റെ ഹുക്ം എന്താണ്? ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അത് സുന്ന മുഅക്കദയാണ് എന്നാണ്, ശക്തമായ സുന്നത്ത്. അപ്പോൾ കേവലം ഒരു സുന്നത്തല്ല, മറിച്ച് വളരെ പ്രതിഫലാർഹമായ ശറഅയിൽ ഏറ്റവും സ്ഥിരതയാർന്ന ഒരു സുന്നത്താണത്. ഇതാണ് ഷാഫിഈ ഇമാമിൻ്റെയും അതേപോലെ തന്നെ മാലിക്, അഹ്മദ് റഹിമഹുമുള്ള ഇവരുടെയൊക്കെ മഷ്ഹൂറായ അഭിപ്രായം. ഇത് സുന്ന മുഅക്കദയാണ് എന്നുള്ളതാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് വാജിബാണ് എന്നാണ്. അഥവാ ഉദഹിയത്ത് എന്നുള്ളത് വാജിബാണ് എന്നുള്ളതാണ്. അതിനൊരു തെളിവ് പിടിച്ച ഹദീസുകളൊക്കെ ഒരുപക്ഷെ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഒരു സഅത്ത് നൽകി, മൻ കാന ലഹു സഅ, വിശാലത നൽകി, എന്നിട്ട് ഫലം യുദഹി, അയാൾ എന്ത് ചെയ്തില്ല? ഉദഹിയത്ത് നിർവഹിച്ചില്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യണ്ട? നമ്മളുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ വിശാലത നൽകപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അറുക്കാതിരിക്കുക എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമാണെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. പല പണ്ഡിതന്മാരും പറഞ്ഞു അതെന്താണ്? അറിയിക്കുന്നത് വാജിബാണ് എന്നുള്ളതാണ്. അതാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെയും അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അത് സുന്ന മുഅക്കദയാണ് എന്നാണ്. എങ്കിലും മറ്റു ചില പണ്ഡിതന്മാരും എന്ത് പറയുന്നുണ്ട്? അത് വാജിബാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഷയത്തിൻ്റെ ഗൗരവമാണ് അത് പറയുന്നത്. അഥവാ അത് കേവലം ഒരു സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കപ്പെടേണ്ടുന്ന ഒന്നല്ല, വളരെ പ്രാധാന്യമുള്ള പ്രതിഫലമുള്ള ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ്. മറ്റൊരു ചർച്ച ഇതിൻ്റെ ഉദഹിയത്ത് അറുക്കലാണോ അതല്ല നമ്മൾ ഉദഹിയത്തിൻ്റെ ഉരു വാങ്ങുമ്പോൾ ആ പൈസ എടുത്തിട്ട് സ്വതക്ക കൊടുക്കലാണോ നല്ലത്? അവിടെ പണ്ഡിതന്മാർ പറയുന്നു ഒരു സംശയവുമില്ലാതെ എന്താണ്? അറുക്കലാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ശാഇറുകളിൽ എണ്ണപ്പെടുന്നതാണ്, മതചിഹ്നങ്ങളിൽ എണ്ണപ്പെടുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടില്ല? അതെടുത്ത് സ്വതക്ക കൊടുത്തിട്ടില്ല, മറിച്ച് എന്ത് ചെയ്തത്? അറുക്കാണ് ചെയ്തത്. ചില ആളുകളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയേക്കുന്നത്. അഥവാ ആ പൈസ എടുത്ത് എന്ത് ചെയ്യാം? പാവപ്പെട്ടവർക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, മറിച്ച് എന്താണ്? അറുക്കുക എന്നുള്ളതാണ്
അത് മുസ്തഹബായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചർച്ച, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് നിർവഹിക്കാമോ എന്നുള്ളതാണ്. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് നിർവഹിക്കാമോ? അത് 3 രൂപത്തിലാണ് മരിച്ച ആളുകൾക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് നിർവഹിക്കപ്പെടാൻ സാധ്യതയുള്ളത്. 3 രൂപത്തിലാണ്. അതിലൊന്ന്, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂടെ എന്ത് ചെയ്യാം, മരിച്ചവരെയും കൂടെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, നമ്മൾ അറക്കുമ്പോൾ അത് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മരണപ്പെട്ടു പോയ ഇന്ന ആളുകൾക്ക് വേണ്ടിയും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അറക്കുക. മനസ്സിലാവുണ്ടോ? അങ്ങനെ പറയുക എന്നുള്ളത് എന്താണ്? ഒരു രൂപമാണ്. അതെന്താണ്? ജായിസാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അത്തരത്തിൽ അവിടുന്ന് സംസാരത്തിൽ ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ പറഞ്ഞതായിട്ട് ഉണ്ട്. രണ്ടാമത്തെ രൂപം, പിന്നെ മരണപ്പെട്ടു പോയ ഒരാൾ മരണപ്പെടുന്നതിന് മുൻപ് വസിയ്യത്ത് പറയാം. എൻ്റെ സമ്പത്തിൽ നിന്ന് എന്ത് ചെയ്യണം, പൈസ എടുത്തിട്ട് ഒരുവിനെ വാങ്ങിച്ചു ഉദ്ഹിയ്യത്ത് അറുക്കണം എന്ന് പറയാം. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ടി ഉദ്ഹിയ്യത്ത് നിർവഹിക്കാം. ഇതും എന്താണ്, ജായിസാണ്. മൂന്നാമത്തത്, പിന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായിട്ട് ഉദ്ഹിയ്യത്ത് നിർവഹിക്കുക. അറുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആ മരണപ്പെട്ടു പോയ ഇന്നാൾക്ക് വേണ്ടിയാണ്. ഈ പ്രതിഫലം ആർക്ക് വേണം? അദ്ദേഹത്തിലേക്കാണ് എത്തപ്പെടേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ടി അറുക്കുക. സാധാരണ നിലക്ക് പിന്നെ മരണപ്പെട്ട തൊട്ട് ഉടനെ കടന്നു വരുന്ന പെരുന്നാളുകളിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് ആളുകൾ. മനസ്സിലാവുണ്ടോ? മരണം കഴിഞ്ഞു ആദ്യം വരുന്ന പെരുന്നാളുണ്ടല്ലോ, അതിൽ ഉദ്ഹിയ്യത്ത് എന്ത് ചെയ്യാറുണ്ട്, ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ അറക്കാറൊക്കെ ഉണ്ട് ആൾക്കാർ. യഥാർത്ഥത്തിൽ ഇത് ഹംബലി മദ്ഹബ് പ്രകാരമൊക്കെ ഇതൊരു അഭിപ്രായ വ്യത്യാസവും ചർച്ചയ്ക്കുള്ളൊരു മസലയാണ്. എന്നാലും ഹനാബിലകളുടെ അഭിപ്രായ പ്രകാരം ഇത് ജായിസാണ്. ഇത്തരത്തിൽ ചെയ്യൽ ജായിസാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുമല്ല, അറക്കുന്ന ആളുകൾക്കല്ല, ഇദ്ദേഹത്തിന് മരണപ്പെട്ടു പോയ ആൾക്ക് പ്രതിഫലം കിട്ടണം, അദ്ദേഹത്തിന് വേണ്ടി അറക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. പക്ഷേ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹി പോലെയുള്ള പല പണ്ഡിതന്മാരും പറയുന്നത് അത് യഥാർത്ഥത്തിൽ എന്താണ്, ജായിസാണെന്നേ ഉള്ളൂ, അത് സുന്നത്തല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് അറവ് അതിനേക്കാൾ ഏറ്റവും നല്ല എന്താണ്, നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, എല്ലാവർക്കും ഉൾപ്പെടുത്തിയിട്ട്. മനസ്സിലാവുണ്ടോ? അങ്ങനെ പറയലാണ് എന്നുള്ളതാണ്. ഇന്നൊരാൾക്ക് മാത്രമാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക എന്നുള്ളതല്ല. മാത്രമല്ല, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്നതിനേക്കാൾ നല്ലതെന്താണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റു കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെ ഒരു ഉരുവിനെ വാങ്ങിച്ചാൽ ആ ഒരാളാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ഹുക്മ് മൊത്തം ഒരു വ്യക്തിയാണ് വാങ്ങുന്നതെങ്കിൽ അതിന് 7 ഷെയർ ഉണ്ടെങ്കിലും 7 ഷെയർ ആക്കാൻ പറ്റുമെങ്കിലും ഞാൻ ഒറ്റയായിട്ടാണ് അതിനെ വാങ്ങിച്ചതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഉരുവിനെ ഞാനായിട്ടാണ് വാങ്ങിച്ചതെങ്കിൽ അതെൻ്റെയാണ്. പിന്നെ അതിനെ 7 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാൻ പാടില്ല. ഇന്ന ഒരാൾക്ക് ഇന്നത്, ഇന്നൊരാൾക്ക്, അങ്ങനെയല്ല. ഞാൻ വാങ്ങിച്ചാൽ എൻ്റെയാണ് അത്. അപ്പോൾ അത് ഒറ്റയാക്കിയിട്ടാണ് എൻ്റെ ഹുക്കം വരെ. എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഷെയർ ആക്കിയിട്ട് എൻ്റെ ഷെയറിലും എന്ത് ചെയ്യാം, അത് നമ്മളുടെ നിയത്തത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അറക്കുന്ന സമയത്ത് നമ്മൾ ആ ഷെയർ കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇന്നാൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ഉദ്ഹിയ്യത്തിൻ്റെ നിബന്ധനകൾ, എന്തൊക്കെ നിബന്ധനകളാണ് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തത് നമുക്കറിയാലോ, ഖുർആനിൽ അതേപോലെ ഹദീസിലൊക്കെ വന്ന സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്, ബഹീമത്തുൽ അൻആമുകളായിരിക്കണം, കാലികളായിരിക്കണം. അഥവാ പശു, ഒട്ടകം, ആട്, ഇതൊക്കെ ഇരിക്കണം. ആട് തന്നെ 2 നിലക്കുള്ള ആടുകളും, ഏത് കോലാടും ചെമ്മരിയാടും, ഇതൊക്കെ ഇരിക്കണം എന്ത്, അറവിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ നമുക്ക് മറ്റ് ജീവികൾ എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഇനത്തിൽ പെടാത്ത ജീവികൾ നമുക്ക് വേറെ
കുതിര അതേപോലുള്ള എന്തെങ്കിലുമൊക്കെ ജീവജാലങ്ങൾ ഈ ഇനത്തിൽപ്പെടാത്തതിന് പുറത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്ത് അത് ഉദഹിയത്ത് എന്നുള്ള നിലക്ക് അറക്കാൻ പറ്റില്ല. അല്ലാതെ അറുത്ത് കഴിക്കൽ എന്താണ്, അത് അനുവദിക്കപ്പെട്ട ഏത് മൃഗങ്ങളും നമുക്ക് സാധാരണ പോലെ അറുത്ത് കഴിക്കാം. ഉദഹിയത്താണ് നമ്മുടെ ചർച്ച. ഉദഹിയത്തിൽ ഈ പറയപ്പെട്ട ഒന്നുകിൽ അത് പശുവിൻ്റെ ഇനത്തിൽപ്പെട്ട ഇതായിരിക്കണം, അത് പോത്ത് അതൊക്കെ പറ്റും. അതല്ലെങ്കിൽ ഈ പറയുന്ന ഒട്ടകത്തിലെല്ലാ ഇനങ്ങളും, പിന്നെ ആട്, ചെമ്മരിയാട്, കോലാട്, ഇതൊക്കെ പറ്റും. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തത് നിശ്ചയിക്കപ്പെട്ട പ്രായപരിധി എത്തിയിരിക്കണം. അപ്പോൾ ഒട്ടകത്തിന് എത്ര വയസ്സെത്തണം? ഒട്ടകം 5 വയസ്സെത്തണം. പശു 2. അവിടെ ഈ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആടാണെങ്കിലോ, അതെ, ചെമ്മരിയാടാണെങ്കിൽ 6 മാസം, കോലാടാണെങ്കിൽ 1 വർഷം. അപ്പൊ ഇത് എന്താണ്, അതിന്റെ പ്രായവും ആ പ്രായത്തിൽ കുറഞ്ഞ ആടിനെ അല്ലെങ്കിൽ ആ മൃഗത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അറുക്കാൻ പറ്റില്ല. അതിപ്പോ നമ്മളാണെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്. എങ്ങനെ ഉദഹയത്തിന് നമ്മൾ ഉരുവിനെ വാങ്ങാൻ പോകുമ്പോൾ നോക്കാൻ അറിയുന്ന ആളുകൾക്ക് അറിയായിരിക്കും, പല്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര വയസ്സായി എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ആ വയസ്സ് എത്തിയ മൃഗത്തെയാണ് എന്ത് ചെയ്യേണ്ടത്, അറുക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തേത് പാടില്ല എന്ന് പറഞ്ഞ അയൂബുകൾ അഥവാ അതിൻ്റെ ന്യൂനതകൾ അതിലുണ്ടാവാതിരിക്കണം. അത് ഒന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇത്തരത്തില് ദഹായെ സംബന്ധിച്ച് അഥവാ ഉദഹിയത്തിൽ അറുക്കേണ്ട മൃഗങ്ങളെ സംബന്ധിച്ച് പ്രവാചകരോട് ചോദിക്കപ്പെടുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ 4 ഇനം മൃഗങ്ങളുണ്ട്. അതിലൊന്നെന്താണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അർജാഉ അൽ ബയ്യിനു ദൽഉഹാ 1, അൽ ഔറാഉ അൽ ബയ്യിനു അബറുഹാ 2, 3 അൽ മരീദതു അൽ ബയ്യിനു മറദുഹാ 4 അൽ അജ്ഫാഉ അല്ലതി ലാ തുൻഖി. ഈ 4 ഇനം രോഗങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളവയെ അറുക്കാൻ പാടില്ല. ഒന്നാമത്തത് ഒറ്റക്കണ്ണുള്ള മൃഗം. അപ്പോ അത്തരത്തില് ചിലത് കണ്ണ് പോയിട്ട് എന്ത് ചെയ്യും, അവിടെ കുഴിയായിരിക്കും. ചിലത് കണ്ണ് തള്ളിങ്ങനെ പുറത്തേക്കൊക്കെ ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? അത്തരത്തിലുള്ള ഒറ്റക്കണ്ണുള്ള മൃഗങ്ങൾ അത് ഒഴിവാക്കപ്പെടണം. രണ്ടാമത്തത് ശക്തമായ വ്യക്തമായ രോഗം. അത് പ്രത്യേകിച്ച് അതിൻ്റെ മാംസത്തിലേക്ക് എത്തിച്ചേരുന്ന നിലക്കുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചില മൃഗങ്ങളുടെ എന്ത് ചെയ്യും, ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാംസം ഉണ്ടാവും, പ്രശ്നമാവും. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ രോഗമൊക്കെ ഉണ്ടാക്കും. അതല്ലാതെ ചിലത് ആകെ ക്ഷീണം ബാധിക്കും, പനിയോ പോലുള്ള രോഗങ്ങളൊക്കെ പിടിച്ച് ആകെ ക്ഷീണം ബാധിച്ച് കിടപ്പിലാവുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വ്യക്തമായി രോഗം വരിക, ചെറിയ എന്തെങ്കിലുമൊക്കെ രോഗം വന്നു പോവുക എന്നുള്ളതല്ല, അതിന് പ്രയാസകരമായ നിലക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലക്ക് വ്യക്തമായി എന്ത് ചെയ്യുക, രോഗം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ അല്ലെങ്കിൽ മറ്റേ ചൊറി, അതിങ്ങനെ പല ഭാഗത്തും എന്ത് ചെയ്യാം, ചൊറിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക. അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. മൂന്നാമത്തത് മുടന്തുണ്ടാവുക, നല്ല അറജ്, മുടന്തുണ്ടാവുക. നടക്കുമ്പോൾ ഇങ്ങനെ കാലിങ്ങനെ വെച്ച് നടക്കുക. മറ്റൊന്ന് പിന്നെ അങ്ങേറ്റം മെലിഞ്ഞുണങ്ങുക. ഒരു മൃഗം വളരെ മെലിഞ്ഞുണങ്ങുക, അതിൻ്റെ മജ്ജയും മാംസമൊക്കെ വറ്റി കണ്ടാൽ തന്നെ ഒരു ശോഷിച്ച അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുക, മൃഗത്തിൽപ്പെടുക. മനസ്സിലാവുണ്ടോ? അത്തരത്തിൽ മാംസമൊന്നുമില്ലാത്ത മെലിഞ്ഞുണങ്ങിയ മൃഗങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അറുക്കാനായിട്ടും പാടില്ല. അപ്പൊ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഒറ്റക്കണ്ണ്, മറ്റൊന്ന് വ്യക്തമായ രോഗം, മൂന്നാമത്തത് മുടന്തുണ്ടാവുക, നാലാമത്തത് ശക്തമായി പറയുന്ന രൂപത്തിൽ മെലിയ, ശോഷിച്ച്
പിന്നെ ഉണങ്ങുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒറ്റക്കണ്ണ് ആവുന്നതിനെ അറുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അപ്പൊ 2 കണ്ണും പോയതോ? അപ്പോൾ പറ്റില്ല. ഒറ്റക്കണ്ണുള്ളത് പറ്റൂല എന്ന് പറഞ്ഞാൽ 2 കണ്ണുള്ളത് കുഴപ്പമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതുള്ളത് പറ്റൂലെങ്കിൽ ഇതിനേക്കാൾ മോശമായത് എന്ത് പറ്റൂല? പാടില്ല എന്നാണ്. അപ്പൊ 2 കണ്ണും നഷ്ടപ്പെട്ട് ഉള്ള ഒരു മൃഗമാണെങ്കിൽ അതെന്ത് ചെയ്യരുത്? അറക്കരുത്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ അതിൻ്റെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞ ഒന്നാണ് ചില രോഗങ്ങൾ ഉള്ള മൃഗങ്ങൾ. ഇപ്പോൾ പ്രസവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുന്ന മൃഗങ്ങളുണ്ടാവും. അത് ആ സമയത്ത് ഗുരുതരാവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം. അതേപോലെ തന്നെ ചിലതൊക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ കഴുത്തൊക്കെ ഞെരുങ്ങി ചാവാറായിട്ട് നിൽക്കണ്ടാവും. കഴുത്തൊക്കെ കുടുങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിനക്ക് വണ്ടി ഇടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഞൊണ്ടിയൊക്കെ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചാവാറായിട്ടുണ്ടാവും. ഇതൊക്കെ മറ്റേത് പറ്റില്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു കാരണവശാലും പറ്റില്ല എന്നാണ് അതിൻ്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ. അതേപോലെ പണ്ഡിതന്മാർ എണ്ണീതാണ് തളർവാദം ബാധിക്കുക. തളർന്ന് കിടക്കണ മൃഗം, അല്ലെങ്കിൽ ഏതൊരു സൈഡ് തളർന്നു പോവാം. ഇങ്ങനെയുള്ള മൃഗങ്ങൾ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് 3ാമത്തെ നിബന്ധനയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി 4ാമത്തെ നിബന്ധന, ഈ അറുക്കുന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരിക്കണം ഈ മൃഗം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുവാദം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് അറുക്കാൻ പാടുള്ളൂ. എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണല്ലോ ഞാൻ അറുക്കാൻ പാടുള്ളൂ. എൻ്റെ ഉടമസ്ഥതയിലല്ലാത്തൊരു സാധനത്തിനെ ഞാൻ കൊണ്ടുവന്നിട്ട് ഉദഹയ്യത്ത് അറുത്തോ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതാണ് 1ാമത്തത്. അല്ലെങ്കിൽ കട്ടുകൊണ്ട് വരിക, മോഷ്ടിച്ചിട്ട് വരിക, ഒന്നും പാടില്ല എന്നാണ്. ഇനി 5ാമത്തത്, ഇപ്പോ വേറൊരാളുടെ ഹക്കിൽ നിൽക്കുന്ന ഒന്ന് എൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്, പക്ഷെ വേറൊരാളുടെ ഹക്കിലാണത് നിൽക്കുന്നതെങ്കിൽ അതും പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ പണയ വസ്തുവാണെന്ന് വിചാരിക്കാം. അയാളുടെ പൈസ ഇല്ല, അപ്പൊ എന്നോട് കുറച്ച് പൈസ വായ്പ വെച്ചു. ഞാൻ പറഞ്ഞ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തു. അപ്പോ ഞാൻ പറയണം, ഒരു കാര്യം ചെയ്യും, നീ പൈസ തിരിച്ചു വരുന്നതിന് നിന്റെ വീട്ടിലെ പശുവിനോട് കൊണ്ട് കെട്ടിക്കോ എന്ന് പറയണം. അങ്ങനെ ആ ഒരു പണയ വ്യവസ്ഥയിൽ ഈ മൃഗത്തെ കിട്ടി, അതിനെ കൊണ്ടിറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതും പാടില്ല. 6ാമത്തത്, ശറഅ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ എന്ത് ചെയ്യണം? അറുക്കണം. അതിനു മുൻപ് അറുത്തിട്ട് കാര്യമില്ല. അഥവാ ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരത്തിന് മുൻപ് അറുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്. പിന്നെ ഇത് ഏതുവരെ നീളും? നിസ്കാരം കഴിഞ്ഞ് സമയം ആരംഭിക്കും. ഏതുവരെ പോവും? അയ്യാമുൽ തശ്രീഖിന്റെ അയ്യാമുൽ തശ്രീഖിന്റെ 3 ദിവസവും അതിലുൾപ്പെടും. ഇതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസ് ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മൻ ദബഹ ഖബ്ല الصلاة فإنما هو لحم قدمه لأهله وليس من النسك في شيء. ഒരാള് നമസ്കാരത്തിന് മുൻപാണ് അറവ് നടത്തുന്നതെങ്കിൽ അത് കേവലം ഇറച്ചി മാത്രമാണ്. അയാളുടെ കുടുംബാംഗങ്ങൾക്ക് അയാൾ അറുത്തു കൊടുത്ത ഇറച്ചി മാത്രമാണ്. അതല്ലാതെ എന്തൊന്നുമില്ല, അതിലെന്തില്ല? ഈ ഉദ്ഹിയ്യത്തിന്റെ യാതൊരു അംശവും അതിലില്ല എന്നാര് പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അതേപോലെ തന്നെ മറ്റു ചില റിവായത്തുകൾ കാണാം. ബുഖാരിക്ക് ഉദ്ധരിക്കുന്ന റിവായത്തുകളിൽ സുഫിയാൻ അൽ ബജലി റഹിമഹുല്ല, ജുൻദുബ് ബിൻ സുഫിയാൻ അൽ ബജലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, മൻ ദബഹ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദബഹ ഖബ്ല അൻ യുസല്ലിയ ഫൽയുഇദ് മകാനഹ ഉഖറ. ആരെങ്കിലും നിസ്കാരത്തിന് മുൻപ് അറുത്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യട്ടെ? ആ അറുത്തതിന്റെ സ്ഥാനത്ത് മറ്റൊന്നിനെ അറുക്കട്ടെ. അപ്പൊ നിസ്കാരത്തിന് മുമ്പ് അറുത്തിട്ട് കാര്യമില്ല എന്ന് ഹദീസുകളിൽ എന്താണ് സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ സമയബന്ധിതമായിരിക്കണം അറിവ് നിർവഹിക്കപ്പെടേണ്ടത്. അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമൊന്നുമില്ല. അത് രാത്രിയും അറുക്കാം,
പകലും അറുക്കാം. പക്ഷെ പല പണ്ഡിതന്മാരും പറയുന്നത് പകലാണെന്ത് അഫ്ദൽ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തത് പകലാണ്, ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പകലാണെന്ത് അഫ്ദൽ. അതാണ് ശുറൂത്തുകളിൽ എണ്ണപ്പെടുന്നത്. ശുറൂത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മൃഗം, അത് എത്തരത്തിലുള്ള മൃഗമായിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം? ആ ഒരു എപ്പോഴും പൂർണ്ണത എത്തിയതായിരിക്കുക എന്നുള്ളത് എന്താണ്? ശ്രേഷ്ഠമാണ്. എന്ന് പറഞ്ഞാൽ പരമാവധി കുറവുകളിൽ നിന്ന് സുരക്ഷിതമാക്കപ്പെട്ട ഉരുവാണെങ്കിൽ അതെന്താണ്? അതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയുമില്ലാത്ത നല്ല ഒത്ത ഉരുവാണെങ്കിൽ അതാണ് എന്ത് എപ്പോഴും നല്ലത്. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ചില ന്യൂനതകളുണ്ടല്ലോ, അതുണ്ടെങ്കിൽ പറ്റൂല. പക്ഷെ അതിന് താഴെയുള്ള ചില ചെറിയ ചെറിയ പ്രയാസങ്ങളുള്ളത്, അത് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല. അത് വരുന്നുണ്ട്, നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അത് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും അറക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? ആ ന്യൂനത പോലും ഇല്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത നല്ല ഒത്ത ഉരുവാണ് എപ്പോഴും നല്ലത് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ചർച്ച. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, ഒരാള് ഷെയറൊന്നുമില്ലാതെയാണ് അറുക്കുന്നതെങ്കിൽ ഏറ്റവും അഫ്ദൽ ഒട്ടകത്തിനറുക്കലാണോ, പശുവിനറുക്കലാണോ, ആടിനറുക്കലാണോ? ആടിന് പിന്നെ ഷെയർ ഇല്ല. അലമാക്കൾ പറഞ്ഞു ഷെയർ ഇല്ലാതെയാണ് അറുക്കുന്നതെങ്കിൽ ഏറ്റവും അഫ്ദൽ എന്താണ്? ഒട്ടകമാണ്, പിന്നെ പശു, പിന്നെ ആട്. ഷെയർ ഇല്ലാതെയാണെങ്കിൽ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറുത്ത ആടിനെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദഹി ബികബശൈനി അഖ്റനൈനി അംലഹൈനി. പ്രവാചകൻ അറുത്ത ആടിന്റെ കോലം പറയും. അത് കബിഷാണ്. കബിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒത്ത ആട് എന്നൊക്കെ നമ്മൾ പറയില്ല, അത്തരത്തിൽ നല്ല ഒത്ത ആടാണ്. ചെമ്മരിയാടിൽ തന്നെയുള്ള നല്ല ഒത്ത ആട്, അതേപോലെ നല്ല കറുപ്പും വെളുപ്പൊക്കെ ഇടകലർന്ന നല്ല ഒത്ത ആടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തതായിട്ട് എന്ത് ചെയ്യുന്നത്? ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മറ്റു ചില റിവായത്തുകളിൽ കാണാം, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഹ ഇശ്തറാക ബിശൈനി സമീനൈൻ. പ്രവാചകൻ അറുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ എന്ത് ചെയ്യും? നല്ല തടിച്ച 2 ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? വാങ്ങിയിരുന്നത് എന്നും ഹദീസുകളിൽ കാണാം. ഇത് വാദഹാണ്. ഇനി സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞത് അറുക്കൽ പാടില്ലാത്തവയാണ് എങ്കിൽ മക്രൂഹാക്കപ്പെട്ടതുണ്ടാവും. എന്ന് പറഞ്ഞാൽ അറവ് ജായിസാണ്, അറക്കൽ ജായിസാണ്, പക്ഷെ വെറുക്കപ്പെട്ടതാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഇനത്തിൽ വരുന്നതാണ് ചെവി മുറിഞ്ഞവ. ചെവി മുറിഞ്ഞ മൃഗങ്ങളുണ്ടല്ലോ, അടമാക്കൾ പറയുന്നു ചെവി മുറിയാന്ന് പറയുമ്പോൾ ഏത് നിലക്കും ചെവി മുറിയാം, വട്ടത്തിലോ നീളത്തിലോ പല കോലത്തിലൊക്കെ ചെവി മുറിയുമല്ലോ. അങ്ങനെ ചെവി മുറിഞ്ഞവ അത് അറുക്കൽ ജായിസല്ലേ? അറുക്കൽ ജായിസാണ്, പക്ഷേ അതെന്തിൽപ്പെട്ടതാണ്? അടമാക്കൾ പറയുന്നു അത് മക്രൂഹാത്തിൽ എണ്ണപ്പെട്ടതാണ്. അതേപോലെ തന്നെ അടമാക്കൾ പറഞ്ഞ എണ്ണിയതാണ് കൊമ്പ് മുറിഞ്ഞ് പോയവ. ഇതൊക്കെ അനുവദനീയോട്ടോ, പക്ഷെ എന്താണ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ 2 കണ്ണുണ്ട്, പക്ഷെ തിമിരം ബാധിച്ചിട്ട് വ്യക്തത, കാഴ്ചക്ക് വ്യക്തത ഇല്ലാത്തവ. മനസ്സിലാവുണ്ടോ? കാണുന്നുണ്ട് പക്ഷെ കാഴ്ച വ്യക്തതയില്ല. മറ്റൊന്ന് കുറച്ച് ബലഹീനമായ, എന്ന് പറഞ്ഞാൽ ആരോഗ്യമൊക്കെ ഉണ്ട്, അതതിൻ്റെ വഴിക്ക് പോണൊക്കെയുണ്ട്, പക്ഷെ ഒരാൾ കൊണ്ടുനടക്കണം. സാധാരണ നിലക്ക് ഒരു ആട്ടിൻകൂട്ടുണ്ടെങ്കിൽ ആ ആട്ടിൻകൂട്ടത്തിൽ അറിയാലോ, തെളിക്കുമ്പോൾ ആടുകൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പോകും. ചിലതുണ്ടാവും വളരെ ബാക്കിൽ ഇങ്ങനെ വരും. കാരണം എന്താ? അത്ര പെർഫോമൻസ് പോരാ. അങ്ങനത്തെ ഉള്ളത് ജായിസാണ്, പക്ഷെ എന്താണ് പണ്ഡിതന്മാരത് എന്താണ് മക്രൂഹാത്തിലാണ് എണ്ണുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എപ്പോഴും ഒരു പൂർണ്ണമായതാണ് എപ്പോഴും എന്ത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്, ഏറ്റവും നല്ലതും. പക്ഷെ ഈ പറയപ്പെട്ടതൊക്കെ അറുത്താൽ എന്താണ് കുഴപ്പം ഇല്ല.
പിന്നെ പണ്ഡിതന്മാർ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ എണ്ണിയിട്ടുണ്ട്. ഇപ്പം വാല് മുറിഞ്ഞത് ഇതൊക്കെ മക്രൂഹാത്തിൽ എണ്ണപ്പെട്ടതാണ്. അതേപോലെ പല്ല് കൊഴിഞ്ഞത് ജായിസാണ്. ശരി. ഇനി മറ്റൊന്ന്, നമ്മൾ അറവ് നടത്തുമ്പോൾ ആ അറവിൽ ആരെയൊക്കെ പങ്കാളികളാക്കാം എന്ന് പറഞ്ഞാൽ ആ പ്രതിഫലത്തിലേക്ക് നമ്മൾ ആരെയൊക്കെ ചേർക്കാം. നമ്മൾ അറവ് ഏത് ഇല്ലില്ല, അതേത് വേണമെങ്കിലാവും. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കും നമ്മളുടെ വീട്ടുകാർക്കും ഒക്കെ എന്ത് ചെയ്യാം? അതിലേക്ക് പങ്ക് ചേർക്കാം, അതിൻ്റെ പ്രതിഫലം പങ്കു ചേർക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തല്ല? ഒരു ഷെയറിൽ തന്നെ വീട്ടുകാരെല്ലാവരും പൈസ ഇട്ടിട്ട് ഒരു ഷെയറിൽ ചേർന്ന് അങ്ങനെ വേണമെന്നല്ല പറയണത്. പൈസ എടുക്കണം നമ്മളായിരിക്കുള്ളൂ. മനസ്സിലാണ്ടോ? പൈസ ചെലവഴിക്കുന്നത് ആരാണ്? ഞാനാണെങ്കിൽ ഞാൻ പൈസ ചെലവഴിക്കുന്നു. പക്ഷെ ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാനിത് അറുക്കുന്നു എന്നുള്ള നിയ്യത്തോടു കൂടെയാണ് അറുക്കുന്നതെങ്കിൽ അതെന്താണ്? ജായിസാണ്. നമുക്ക് എന്ത് ചെയ്യാം? അത്തരത്തിൽ അറുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ അറുത്തതായി ഹദീസുകളിൽ കാണാം. പ്രവാചകൻ പറയുന്നു, ബിസ്മില്ലാഹ്, അറവിന്റെ സമയത്ത്, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വമിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രവാചകൻ ഇത് മുഹമ്മദിൽ നിന്ന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥതായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്ത ചർച്ച എപ്പോഴാണ് ഒരു അറവ് നടത്തപ്പെടുന്ന അത് ഉദ്ഹിയത്തിൻ്റെതായി മാറുന്നത്? നമ്മൾ ഒരാള് മനസ്സിൽ വിചാരിക്കണം, എന്നാൽ പിന്നെ അത് ആ ഒരു ആടിനെ വാങ്ങിക്കാം, ഉദ്ഹിയത്തിന് വാങ്ങിക്കാം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടൊരാടിനെ വാങ്ങിച്ചാൽ അത് ഉദ്ഹിയത്തിൻ്റെ ഇറച്ചിയായിട്ട് മാറോ? ഉദ്ഹിയത്തിൻ്റെ ആടായിട്ട് മാറോ? മനസ്സിലാവുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരാള് മനസ്സിൽ കണ്ടു, അതിനെ അറുക്കുന്നതൊന്നും തെറ്റില്ല, അതല്ലോട് ചർച്ച. ഈ ആടിനെ നമ്മൾ മനസ്സിൽ കണ്ടു വാങ്ങിച്ച് നമ്മൾ നാവ് കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, ഇത് ഉദ്ഹിയത്തിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലാവുണ്ടോ? ഉദ്ഹിയത്തിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിൽ നമ്മൾ വിചാരിച്ചപ്പോൾ വാങ്ങിക്കുമ്പോൾ എന്താണ് അവിടെ മനസ്സിലുണ്ട്, ഇതിനെന്ത് ചെയ്യാം, ഉദ്ഹിയത്തിന് അറക്കാം എന്ന് മനസ്സിലുണ്ട്. ഞാൻ ഒരാളോട് പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ അത് ഉദ്ഹിയത്തിനാവോ? എന്തിനാണ് ആ ചർച്ച എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉദ്ഹിയത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ പിന്നെ അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിലാവുണ്ടോ? അത് നമുക്ക് അടുത്ത ചർച്ച വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പോ ഉദ്ഹിയത്തിന് വേണ്ടിയാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഉദ്ഹിയത്തിന് വേണ്ടി വാങ്ങിച്ച ഒരാട്, ആ ആട് മരിച്ചുപോയാൽ, ചത്തുപോയാൽ, അത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അഹ്കാമുകളുണ്ട്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? നേരെ മറിച്ച് എൻ്റെ മനസ്സിൽ എന്തേ ഉള്ളൂ, ഈ ആട് വേണമെങ്കിൽ ഉദ്ഹിയത്തിന് എടുക്കാം എന്ന നിയ്യത്തോടു കൂടിയാണ് ഞാൻ വാങ്ങുന്നത്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും അത് ഉദ്ഹിയത്തിനാവോ? നമ്മളതുകൊണ്ട് പറയണം. മനസ്സിലാവുണ്ടോ? പറയുമ്പോഴാണ് എന്താവുള്ളൂ, ഉദ്ഹിയത്തിനാവുക. എൻ്റെ മനസ്സിലുണ്ട്, ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പെരുന്നാളൊക്കെ ആവുമ്പോൾ ഉദ്ഹിയത്തിനെടുക്കാമെന്നൊരു മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം കൊണ്ട് അത് എന്താവൂലാണ്, ആ മൃഗം ഉദ്ഹിയത്തിൻ്റെത് ആയിത്തീരണം എന്നില്ല. മനസ്സിലാവുണ്ടോ? എന്ത് ചെയ്യണം? അത് പറയണം. ഇനി അങ്ങനെ നമ്മൾ നിശ്ചയിച്ചു, ഞാൻ ഈ ആടിനെ അല്ലെങ്കിൽ ഈ പശുവിനെ അല്ലെങ്കിൽ ഈ പോത്തിനെ, ഈ മൃഗത്തെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഉദ്ഹിയത്തിന് വേണ്ടി അറുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഇനി അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെ തുടർന്ന് ചില അഹ്കാമുകളുണ്ട് ആ മൃഗവുമായി ബന്ധപ്പെട്ട്. അതിൽപ്പെട്ട ഒന്നാണെന്ത്, അത് പിന്നെന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഉരുവിനെ പിന്നെ വിൽക്കാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? അപ്പോ അത് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു.
നമ്മൾ പറഞ്ഞ് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് വിൽക്കാം. എപ്പോ നമ്മളെന്ത് ചെയ്തു, അതിനേക്കാൾ നല്ലൊരു മാടിനെ കണ്ടു, നല്ലൊരു മൃഗത്തെ കണ്ടു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണെങ്കിൽ ഇതിനെ വിറ്റിട്ട് അത് വിൽക്കാം. അപ്പൊ അതായി. അതല്ലാതെ എന്ത് ചെയ്യരുത്, അതിനെ വിൽക്കരുത്. രണ്ടാമത്തത്, ഇയാള് ഇതിന് ഉപദ്രവകരമായ രൂപത്തിൽ ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇതിനെ കൃഷിക്ക് ഉപയോഗിക്കുക, മനസ്സിലാവുണ്ടോ? അങ്ങനെ ഇതിനെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഉരുവിനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇനി ഇദ്ദേഹം പറഞ്ഞു, ഇത് ഉദഹീയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എന്ന് നിശ്ചയിച്ചു. ആ നിശ്ചയിച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മരണപ്പെട്ടുപോയി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ അതിനറുക്കണം. അവർ പറയണ അദ്ദേഹം മരണപ്പെട്ടു പോയല്ലോ, ഇനിയിപ്പോൾ ആ സമ്പത്ത് ആരാണ്, ഞങ്ങളുടെയാണ്, ഞങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറ്റില്ല. നമ്മളതിനെ നിശ്ചയിച്ചു, അത് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു, ഇത് നമ്മൾ ഉദയത്തിന് വേണ്ടി വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ആള് മരണപ്പെട്ടു. മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ എടുത്തിട്ട് വിറ്റ് പൈസ എടുക്കാൻ പറ്റില്ല. അതെന്ത് ചെയ്യണം, അറുക്കാൻ വേണ്ടി തന്നെ വെക്കേണ്ടതുണ്ട്. ഇനി ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും നിലക്ക് ഈ ഉരുവിന് കേടുപാടുകൾ, പ്രയാസങ്ങൾ വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചില കേടുപാടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് ഒറ്റക്കണ്ണായി പറ്റുമോ? ഇല്ല. ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എങ്കിൽ എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറയുന്നു, ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധക്കുറവ് മൂലം, ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അബദ്ധം കാണിച്ചു, മനസ്സിലാവുണ്ടോ? നേരെ മറിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്തു, കെട്ടേണ്ടടുത്തൊക്കെ കറക്റ്റ് കെട്ടി, അയാൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു എങ്കിലല്ല പറയണത്. ഇദ്ദേഹത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അദ്ദേഹം അതിലെന്ത് ചെയ്തു, വീഴ്ച വരുത്തി. അതിലൂടെ എന്ത് ചെയ്തു, അതിനൊരു പ്രശ്നം സംഭവിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ വേറെ ഒരുവിനെ വാങ്ങണം. എന്നിട്ട് ഇതിനെന്ത് ചെയ്യാം, വിൽക്കാം. മനസ്സിലാവുണ്ടോ? ഈ പ്രശ്നം പറ്റിയതിനെ പിന്നെ വിൽക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ വേറെ ഒരുവിനെ എന്ത് ചെയ്യണം, വാങ്ങണം. നേരെ മറിച്ച് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ കുഴപ്പമില്ലെങ്കിലോ, ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കുഴപ്പമുണ്ടായതൊന്നുമല്ലെങ്കിലോ, അപ്പൊ എന്ത് ചെയ്യാം, അതിനറക്കാം. സ്വാഭാവികമല്ലേ, മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ചെയ്താലും ചിലപ്പോൾ എന്ത് ചെയ്യും, ചില അപകടങ്ങളോ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ കുഴപ്പം ഇല്ല. ഇനി അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേർച്ച പോലുള്ള എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ ഉദാഹരണം ഒരാൾ പറയണം, ഞാൻ എൻ്റെ ഈ മാടിനെ ഉദ്ഹയ്യത്തറക്കാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നേർച്ചയാക്കി. ഇയാളുടെ ഭാഗത്തു നിന്നല്ല വീഴ്ച വന്നതെങ്കിലും പണ്ഡിതന്മാർ പറയുന്നത് അതിനെ മാറ്റണം എന്നാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പോ അത് നേർച്ചയുടെ വിഷയത്തിലാണ്. വാജിബായി കഴിഞ്ഞാൽ പിന്നെന്താണ്, ഇയാളുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാലും ശരി, വീഴ്ച വന്നില്ലെങ്കിലും ശരി, ഇയാൾ എന്ത് ചെയ്യണം, അതിന് കേടുപാടുണ്ടായാൽ അതിനെ മാറ്റിയിട്ട് വേറെ ഉരുവിനെ എടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കട്ടണ്ടും പോയാലൊക്കെ ആരെങ്കിലൊക്കെ മോഷ്ടിച്ചിട്ട് പോയി. അപ്പൊ ഇദ്ദേഹം കറക്റ്റ് സുരക്ഷിതമായൊരു സ്ഥലത്താണ് കെട്ടിയത്, എന്നിട്ട് കെട്ടുകൊണ്ടു പോയാലോ? രണ്ടുണ്ടല്ലോ. ഇയാൾ ശ്രദ്ധിച്ചൊന്നുമില്ല, പ്രശ്നമുണ്ടെന്ന് അറിയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടി, അതാരെടുത്തിട്ട് പോയി. അങ്ങനെ ഉണ്ടാവും, അല്ലാത്തുണ്ടാവും. മനസ്സിലാവുണ്ടോ? അപ്പോ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നു പോയതാണെങ്കിലോ, അബദ്ധം സംഭവിച്ചതാണെങ്കിലോ, അദ്ദേഹത്തിന് എന്തില്ല, മനഃപൂർവ്വം ചെയ്തതല്ല. അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതൊക്കെ ശ്രദ്ധിച്ചു, എന്നിട്ട് എടുത്തിട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ സംഭവിച്ചതാണെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ സ്ഥാനത്ത് വേറൊന്നിനെ വാങ്ങിക്കേണ്ടതുണ്ട്.
ശരി. ഇനി ഉദ്ഹിയ്യത്തിന്റെ എത്ര ഭാഗം നമുക്ക് കഴിക്കാം, എത്ര ഭാഗം സൂക്ഷിച്ചു വെക്കാം, എത്ര ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട മുസ്ലിമൊക്കെ ഉദ്ധരിച്ച റിവായത്തിൽ കാണാം, അവിടുന്ന് പറയുന്നു കുലു വദ്ദഖിറു വതസദ്ദഖു, നിങ്ങൾ ഭക്ഷിക്കുക, സൂക്ഷിച്ചു വെക്കുക, സ്വതക്ക കൊടുക്കുക. ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, എത്രത്തോളമാണ് ഒരാൾ കഴിക്കാൻ എടുക്കേണ്ടത്, എത്രത്തോളമാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്, എത്രത്തോളമാണ് മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുക്കേണ്ടത്. പല പണ്ഡിതന്മാരും പറയുന്നത് മൂന്നിലൊന്ന് അങ്ങനെയാണ്. 1/3 കഴിക്കാൻ, 1/3 സൂക്ഷിച്ചു വെക്കാൻ, 1/3 സ്വതക്ക കൊടുക്കാൻ. പക്ഷേ അതിന് യഥാർത്ഥത്തിൽ എന്തില്ല, നസൂസുകളിൽ കൃത്യമായൊരു തെളിവില്ല. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ളത്രയും കഴിക്കാം, ഇഷ്ടമുള്ളത്രയും സ്വതക്ക കൊടുക്കാം, ഇഷ്ടമുള്ളത്രയും എന്ത് ചെയ്യാം, സൂക്ഷിച്ചും വെക്കാം എന്നുള്ളതാണ് വല്ലാഹു അഅലം ശരിയായ അഭിപ്രായം. പിന്നെ അതിൻ്റെ ചേർന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, അറുത്ത മൃഗത്തിൽ നിന്ന് ഒന്നും വിൽപ്പന നടത്താൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു അറവുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് പൈസ കൊടുക്കണം. പൈസക്ക് പകരം ഒരുവിൻ്റെ തോലെടുത്ത് കൊടുത്തിട്ട് പറയണം അത് നിങ്ങൾ കൊണ്ടൊക്കോ എന്ന് പറയണമെങ്കിൽ പറ്റുമോ? പാടില്ല. അവിടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, വേറെ പണം കൊടുക്കണം. തോല് സ്വതക്കയായിട്ട് കൊടുക്കാം, സ്വതക്കയായിട്ട് കൊടുക്കാം എന്നുള്ളതാണ് അതിൽ ഉലമാക്കൾ പറയുന്നത്. ശരി. ഇനി മറ്റൊന്ന്, നമ്മളൊക്കെ ഖുതുബകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഉദ്ഹിയ്യത്ത് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നഖം, മുടി, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അത് വടിക്കുക അല്ലെങ്കിൽ അത് വെട്ടുക എന്നുള്ളത് ഒഴിവാക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചതാണ്. ഇദാ റഅയ്തും ഹിലാല ദിൽ ഹജ്ജ വഅറാദ അഹദുകും അൻ യുദഹി ഫൽയുംസിക് അൻ ശഅരിഹി വഅഫ്ഫാരിഹി. ഇനി ഒരാള് ആദ്യ 10ന്റെ ഇടയിലാണെങ്കിലോ നിയത്ത് വെച്ചത്, ആദ്യ 10ന്റെ മുമ്പാണെങ്കിൽ പിന്നെ ഈ 10 എന്ത് ചെയ്യാൻ പാടില്ല, നഖം വെട്ടാനും മുടി മുറിക്കാനൊന്നും പാടില്ല. 10ന്റെ ഇടയിലാണെങ്കിലോ എന്ന് പറഞ്ഞാൽ ശേഷം ചെയ്യാൻ പാടില്ല. മുമ്പ് അയാൾ ചെയ്തത് കുഴപ്പമില്ല, മനസ്സിലാവണ്ടോ? 1-2 എന്ത് ചെയ്തു, നഖമൊക്കെ വെട്ടി മുടിയൊക്കെ വെട്ടി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇയാൾ വിചാരിച്ചത് ഒരു ആടിനെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ പിന്നെ അത് മുതൽ എന്താണ്, പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് മുമ്പുള്ളത് കുഴപ്പമില്ല. ഇല്ല, ആരാണോ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇതില് ആരൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവരൊന്നും പെടില്ല. ആരാണോ ഈ പണം ചിലവഴിക്കുന്നത് അയാൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉദ്ഹിയ്യത്ത് ഇപ്പൊ ഞാനാണോ അതിനുവേണ്ടി പണം ചെലവഴിച്ച് ഞാനാണ് ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്നെങ്കിൽ ഞാൻ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ പറയപ്പെട്ട കാര്യം ശ്രദ്ധിച്ചാൽ മതി. വീട്ടുകാരൊന്നും എന്തില്ല, കുഴപ്പമൊന്നുമില്ല, അവർക്കൊക്കെ എന്ത് ചെയ്യാം, മുടി മുറിക്കാം, നഖം മുറിക്കാം, കുഴപ്പമൊന്നുമില്ല. അതില് അതെ അതെ അല്ലാതെ അത് അവിടെ എടുത്തിട്ട് ബാക്കി നമുക്ക് തരില്ലല്ലോ. പല പള്ളിയിൽ നടക്കുന്നത് എന്താ വെച്ചാല് 7 പൊതി നമുക്ക് തരും, ബാക്കിയുള്ളതൊക്കെ അവധി എടുത്തിട്ട് അവര് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അറുത്ത മാംസം. ഓക്കെ, അത് നമ്മൾ അവര് ഷർത്ത് വെച്ചിട്ടുണ്ട്, നമ്മളത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും പറ്റും. നേരെ മറിച്ച് നമ്മൾ പറയണം, എൻ്റെ വിഹിതത്തിലുള്ള മുഴുവൻ ഇറച്ചി എനിക്ക് തരണം, എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അംഗീകരിച്ചു, അത് നമ്മൾ തരാൻ ബാധ്യസ്ഥരാണ് അവർ. നേരെ മറിച്ച് നാട്ടിൽ സാധാരണ നിലയ്ക്ക് ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മൗനസമ്മതം കൊടുത്തു, മനസ്സിലാവുണ്ടോ? നമ്മളൊന്നും വേണ്ടിയൊന്നുമില്ല,
അവർ ചെയ്യണം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അനുവദിച്ചതുപോലെയാണോ. അപ്പം നമ്മൾ മുൻകൂട്ടി പറയണം. അവർക്ക് അത് അനുവാദം ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാട്ടിലങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യണമെന്നായതുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. അവർ വിതരണം ചെയ്യും, കുറച്ച് നമുക്ക് തരും. നമ്മൾ പറയും നമുക്കത് പറ്റില്ല. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളോട് പറയും എന്നാൽ പിന്നെ നിങ്ങൾ മാറിക്കോന്ന് പറയും. അപ്പോൾ ഗുണി ആദ്യം വാങ്ങിക്കാതെ നമ്മളെ മുന്നിൽ കൊടുത്ത് വെച്ചിട്ട് തൂക്കിയതിന്റെ ശേഷം വ്യക്തമില്ല. ഒരു പോത്താട്ടെ ആടാട്ടെ നമ്മളെ മുന്നിൽ വെച്ചിട്ട് തൂക്കിയിട്ട് വില ഇതാക്കിയിട്ട് 700 റുപ്യ കിലോ, ഒരു ആടിനനുസരിച്ച് 700 റുപ്യ വില പറഞ്ഞിട്ട് അതിന് ശേഷം അടക്കാതെ പറ്റുമോ? ആദ്യമോ വാങ്ങിക്കല്ല, കൊടുത്തിട്ട് തൂക്കിയിട്ട് വില പറഞ്ഞിട്ട് ഇതാക്കുക, അങ്ങനെ പറ്റുമോ? തൂക്കം ഇറച്ചിക്ക് തൂക്കം പറയാം, തൂക്കി മേടിക്കുക, അത് പറ്റുമോ? മൊത്തത്തിൽ തൂക്കിയിട്ട് അർത്ഥത്തിന് ശേഷം തൂക്കിയിട്ടില്ല കാശ്, അത് പറ്റുമോ? ഇറച്ചിക്ക് പൈസ ഇറച്ചിക്ക് പൈസ അങ്ങനെ പറ്റുമോ? ദഹിയത്തിലാണോ പറയുന്നത്? അതല്ലാത്ത പറയുന്നത് തൂക്കിയതിന് ശേഷം ഇത്ര കിലോ ഇറച്ചിക്ക് പൈസ ഇല്ലല്ല, ആടിനാണ്. അല്ലല്ല, ആടിനിപ്പോ നടക്കുന്ന സംഗതിയാണ്. ആടിന് മേടിക്കില്ല, അവർ കൊടുന്ന് വെച്ചിട്ടേ അർത്ഥത്തിന് ശേഷം അല്ല, അറവ് നടത്താന്ന് പറഞ്ഞാൽ ആ മൃഗത്തെയാണ്, മൊത്തത്തിലാണ്. ആ മൃഗം മൊത്തത്തിൽ പിന്നെ ബാക്കി അതിന്റെ മറ്റവയവങ്ങളൊക്കെ അവരെന്താ ചെയ്യാ? അതാ പറയുന്നത്. ഇതിപ്പോ ചെയ്യുന്ന ചില സ്ഥലത്ത് ചെയ്യുന്നത് എങ്ങനെ വെച്ചാല് ഒരു പോത്തിനെ മേടിച്ചിട്ട് ഇത്ര കിലോ ഉണ്ട്, എന്നിട്ട് നമ്മളെ മുന്നിൽ വെച്ചിട്ട് ഇത്ര കിലോ അതിന് കാശ് കൊടുക്കുക. അങ്ങനല്ല, മൊത്തത്തിൽ ആ പോത്ത് നമ്മൾ ഉദഹയ്യത്തിന്റെ നിയത്തിലാണ് മൊത്തത്തിൽ അത് വാങ്ങുക. 7 ഷെയർ ഉണ്ടെങ്കിൽ 7 പേരും കൂടി അത് വാങ്ങുകയാണ് ചെയ്യുക. ഇറച്ചി എത്ര ഉണ്ടോ മറ്റതുണ്ടോ, ഇറച്ചി എത്രയാണോ കിട്ടുന്നത് അത് 7ആയിട്ടും വാങ്ങിക്കും. അതെ, നമ്മൾ ഇത്ര ശുഭത്തൊക്കെ തോന്നുന്നുണ്ട്, നമുക്ക് അതിലൊരു സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, പരമാവധി ഒഴിവാക്കാം. ഇതിനെ അറിയാതെ ഒരാൾ നഖം മുറിച്ചു, മുടി മുറിച്ചു, കുഴപ്പമുണ്ടോ? എന്താ ചെയ്യപ്പോ അയാള് എന്ന് പറഞ്ഞാല് അയാൾ അറുക്കാൻ ഉദ്ദേശിച്ചു, ആദ്യത്തെ പത്തിൽ എന്ത് ചെയ്തു, മറന്നുപോയി, നഖമൊക്കെ മുറിച്ചു. മുറിക്കണതിനൊക്കെ ഓർമ്മ വന്നല്ലോ, ഞാൻ പിന്നെ ഉദഹയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, എന്താ ചെയ്യപ്പോ? അപ്പൊ ഇസ്തിഗ്ഫാർ നടത്താം. അതില് വേറെ പ്രത്യേകിച്ച് കഫാറത്തൊന്നുമില്ല, അതിന് പ്രത്യേകിച്ച് കഫാറത്തൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്താൽ മതി, ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതിയായതാണ്. ഇനി അറവുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ അതുകൂടി പറഞ്ഞിട്ട് നിർത്താം. നോക്കിക്കോ, നമുക്ക് അറവുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങളുണ്ട്. അഥവാ അറുക്കുന്ന വ്യക്തി അദ്ദേഹം ആരായിരിക്കണം? ആഖിലും മുമയ്യിസുമായിരിക്കണം. നമ്മൾ മറ്റ് അഹ്കാമുകളൊക്കെ പഠിച്ചപ്പോൾ നിസ്കാരം സ്വീകരിക്കപ്പെടാൻ നിബന്ധനയാണെന്ത്? നിസ്കരിക്കുന്ന വ്യക്തി ആരായിരിക്കണം? ആഖിലായിരിക്കണം, മുമയ്യിസ് ആയിരിക്കണം. ഓർമ്മയില്ലേ, നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ അതേപോലെ ഈ അറവ് നടത്തുന്ന വ്യക്തിയും എന്തായിരിക്കണം? ആഖിലും വകതിരിവുള്ള ആളുമായിരിക്കണം എന്നുള്ളത് അതിൻ്റെ എന്താണ്, ഷർത്താണ്. അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നതാണ്, ഇപ്പോൾ കള്ളുടിച്ചിട്ട് അറുക്കുക, അതൊന്നും പാടില്ല. കള്ളുടിക്കാൻ തന്നെ പാടില്ല. പക്ഷെ അറുക്കുന്ന ആള് മദ്യപിച്ച് അങ്ങനെയൊന്നും അറുക്കരുത്. കാരണം അഖില സമയത്തേക്ക് എന്താണ് ഇല്ലല്ലോ. അപ്പൊ അറുക്കുന്ന ആളെന്തായിരിക്കണം? ബുദ്ധിയുള്ള, ആ നിലവിൽ അറുക്കുന്ന സമയത്ത് ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ ഉള്ള നല്ല രൂപത്തിൽ അറവ് നടത്തുന്ന ആളായിരിക്കണം. രണ്ടാമത്തത് മുസ്ലിം ആയിരിക്കണം, അല്ലെങ്കിൽ കിതാബി ആയിരിക്കണം. കിതാബി എന്ന് ഉദ്ദേശിക്കുന്നത് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളായിരിക്കണം. ഒന്നുകിൽ നസാറാക്കളായിരിക്കണം, അല്ലെങ്കിൽ യഹൂദികളായിരിക്കണം. അത് മുസ്ലിമോ യഹൂദികളോ നസാറാക്കളോ അറുത്തത് എന്ത് ചെയ്യാം? ഭക്ഷിക്കാം. സൂറത്തുൽ മാഇദ 5-ാമത്തെ ആയത്ത്, വതആമുൽ ലദീന ഊതുൽ കിതാബ ഹയ്യുൽ ലക്കും
ഊത്തുൽ കിതാബിന്റെ ഭക്ഷണം നിങ്ങൾക്ക് എന്താണ്? അനുവദിക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് യഹൂദിയായ പെണ്ണ് ആടിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭക്ഷണത്തിന് വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്ത് ചെയ്തു? ഭക്ഷിച്ചു. അപ്പോൾ അത് എന്താണ്? അനുവദിക്കപ്പെട്ടതാണ്. അഥവാ അത് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതൊരു ചർച്ചയാണ് ഇതിൻ്റെ. അത് മുസ്ലിമാണെങ്കിലും കുഫാറുകളാണെങ്കിലും എന്ന് പറഞ്ഞാൽ യഹൂദികളാണെങ്കിലും നസാറാക്കളൊക്കെ ആണെങ്കിലും ബിസ്മി ചൊല്ലിയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട? ചോദിക്കണ്ട. ഒരു മുസ്ലിം അറുത്തു, നമ്മൾ പോയിട്ട് ചോദിക്കണം നീ ബിസ്മി ചൊല്ലിയിട്ടാണ് അറുത്തത് എന്ന് ചോദിക്കാൻ പാടില്ല. അതാണ് ശർഅന്റെ നിയമം. പണ്ഡിതന്മാർ പറയുന്നത് അത് തനത്വആണെന്നാണ്. തനത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അമിതത്വം, ആവശ്യമില്ലാതെയുള്ള ദീനിൽ അനാവശ്യമായൊരു ഇടപെടലാണത്. മനസ്സിലാവുണ്ടോ? അപ്പം അത് വേണ്ട ആവശ്യമില്ല. ബിസ്മി ഒരു മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ടാൽ, മുസ്ലിമായാൽ മതി. മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ടാൽ അയാളടുത്ത് നമുക്ക് കഴിക്കാം. അയാൾ ബിസ്മിയല്ല ഇല്ലെന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പോയിട്ട് ചോദിച്ച് അയാളെ പ്രയാസപ്പെടുത്തരുത്. അതാ ഒന്ന് അയാൾക്കത് പ്രയാസമാണ്, മോശമാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കണ്ടാലല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഇടപെടേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഓരോ മുസ്ലിങ്ങളടുത്ത് പോയിട്ട് നീ ബിസ്മിയല്ലോ എന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ? അത് യഹൂദികളുടെ അടുത്താണെങ്കിലും ക്രൈസ്തവരുടെ അടുത്താണെങ്കിലും ചോദിക്കാൻ പാടില്ല എന്നുള്ള അസ്ലതാണ്. അതാണ് അതിൽ ഒരു റിവായത്ത് വന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അവർ പറയാണ് ഇന്ന ഖൗമൻ യഅതൂനനാ ബിലഹ്മിൻ ലാ നദ്രി അദകറു ഇസ്മല്ലാഹി അലൈഹി അം ലാ. ചില ആൾക്കാർ ഞങ്ങളുടെ അടുക്കലേക്ക് ഇറച്ചിയായിട്ട് വരും. ഞങ്ങൾക്കറിയില്ല അവർ അതിൽ ബിസ്മിൽ ഇട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മു അലൈഹി അൻതും വഖുലു, നിങ്ങൾ ബിസ്മിലിട്ട് കഴിച്ചോളാനാ പറഞ്ഞത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ബിസ്മി ചൊല്ലണ്ടെന്നല്ല കേട്ടോ. ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ഷർത്ത്, നമ്മൾ അറവ് ഉദ്ദേശിക്കണം. ഒരു മൃഗം നമ്മൾ ആക്രമിക്കാൻ വന്നു, നമ്മുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു, ഇത് വെട്ടുവെച്ചു കൊടുത്തു, അപ്പൊ അത് ചത്തു എങ്കിൽ അത് തെക്കിയതായിട്ട് അല്ലെങ്കിൽ അറവായിട്ട് എന്ത് ചെയ്യൂല, പരിഗണിക്കുകയില്ല എന്നുള്ളതാണ്. നാലാമത്തത്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥതാവരുത്. അഞ്ചാമത്തത്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർത്ഥതാവരുത്. ഒരാൾ പറയും ബിസ്മില്ല എന്നല്ലേ പറയാം, ഒരാൾ ബിസ്മി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് അർത്ഥം പറ്റുമോ? പാടില്ല. ആറാമത്തത്, ബിസ്മില്ല ചൊല്ലണം. അതൊരു നിബന്ധനയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ബിസ്മി ചൊല്ലി അർത്ഥതായിരിക്കണം. സൂറത്തുൽ അൻആം 118 ഫകുലൂ മിമ്മാ ദുക്കിറ ഇസ്മുല്ലാഹി അലൈഹി ഇൻ കുൻതും ബിആയാതിഹി മുഅ്മിനീൻ. ബിസ്മി ചൊല്ലി അർത്ഥതാണ് എന്ത് ചെയ്യേണ്ടത്? ഭക്ഷിക്കേണ്ടത്. പണ്ഡിതന്മാർ പലരും പറഞ്ഞു ബിസ്മി ചൊല്ലാതെ അർത്ഥം എന്താണ്? ഭക്ഷിക്കാൻ പാടില്ല, അനുവദനീയം അല്ല എന്നുള്ളതാണ്. ഏഴാമത്തത്, മൂർച്ചയുള്ള ആയുധങ്ങൾ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തി അർത്ഥതായിരിക്കണം. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട്, കല്ലൊക്കെ എടുത്ത് അല്ലെങ്കിൽ കരണ്ടടിപ്പിച്ചു കൊല്ലുക, ചുറ്റി വെച്ചടിച്ചു കൊല്ലുക, അങ്ങനെ പല പരിപാടിയുണ്ട്. അതൊന്നും പാടില്ല. അത് ശർഅയിൽ ജായിസല്ല. നേരെ മറിച്ച് വേറൊരു സിസ്റ്റമുണ്ട്. വലിയ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ കരണ്ടടിപ്പിച്ചിട്ട് തളർത്തിയിടും, എന്നിട്ട് അറക്കും. അത് പറ്റും എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണ്. മനസ്സിലാവുണ്ടോ? ആ കരണ്ടടിപ്പിച്ച് കൊല്ലരുത്. അടിപ്പിച്ചു ചത്തുപോയി പിന്നെ കാര്യമില്ല. നേരെ മറിച്ച് അതിനെ തളർത്താൻ വേണ്ടി അടിപ്പിക്കുക. എത്ര ഒരളവുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യുക. അതെപ്പോഴും ഉണ്ടാവുകയെന്ന് വെച്ചാൽ വലിയ അളവിലൊക്കെ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ വളരെ വലിയ മൃഗം ഉണ്ടാവുമ്പോഴൊക്കെയാണ് ചെയ്യുക. കുറേ ഉണ്ടാവുമ്പോൾ ചെയ്യാറുണ്ട്, ഒരുപാടുണ്ട്. അപ്പം ഇങ്ങനെ അടുപ്പിച്ചിട്ട് എന്ത് ചെയ്യും, തളർത്തിട്ടിട്ട് പെട്ടെന്ന് ഇവിടെ നടത്തെടുത്തെടുത്ത് ഇങ്ങനെ വിടും. മനസ്സിലാവുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ട്. മറ്റൊരു ഷർത്ത്, ഈ അറുക്കുന്ന ആള് അയാളുടെ അറവിന് അനുവദിച്ച
വസ്തുവിനെ ആയിരിക്കണം അറുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അയാളുടേതല്ലാത്ത ഒന്നും എന്ത് ചെയ്യരുത്, അറവ് നടത്തരുത്. ഇനി ഇതിന്റെ ആദാബ് സക്കാത്ത്, അറവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട അതിന്റെ ആദാബുകൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകണം, തീരാറായി. ഇതും കൂടെ ഉള്ളൂ. ഒന്ന് അത് നമ്മുടെ മറ്റേ മസ്ജിദിലേക്ക് മടങ്ങിപ്പോണതാണ്. പരമാവധി നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങാതെ സൂക്ഷ്മമുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ ദീനുമായിട്ട് ബന്ധമില്ല അങ്ങനെ പരമാവധി ഒഴിവാക്കാം. നേരെ മറിച്ച് നമുക്ക് നല്ല ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, വെറുതെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇത് നിസ്കാരം അതൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോകണ്ട. ഇനി അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി അറുത്ത് കൊടുക്കാം. ഒറ്റ കോഴിയല്ലേ ഉള്ളൂ, ഒരു കോഴിയൊക്കെ അല്ലേ, നമുക്ക് പോയി അറുത്ത് കൊടുക്കാം. അറവ് സമയത്ത് എന്ത് ചെയ്യണം, അതിനോട് ഇഹ്സാൻ കാണിക്കുക എന്നുള്ളതാണ്. അറക്കുന്ന സമയത്ത് അതിനോട് എന്ത് ചെയ്യാം, ഇഹ്സാൻ കാണിക്കുക. ഇഹ്സാൻ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂർച്ചുള്ള ആയുധം ഉപയോഗിച്ച് അറക്കുക. പറഞ്ഞാൽ അറന്നു പോവാത്ത തീരെ മൂർച്ചയില്ലാത്തതാണെങ്കിൽ ശരിക്കും അതിനെന്ത് ചെയ്യലാണ്, പ്രയാസപ്പെടുത്തലാണ്. നല്ല മൂർച്ചുള്ള കത്തിയെ കൊണ്ട് എന്ത് ചെയ്യുക, അറക്കുക. ഇത് ആദാബിൽപ്പെട്ടതാണ്. മറ്റൊന്ന് ഖിബ്ലയിലേക്ക് എന്ത് ചെയ്യുക, തിരിച്ചു കടത്തുക. മൂന്നാമത്തത് നെഹ്റ, ഇബിനാണെങ്കിൽ നെഹ്ർ നടത്തുക. അതൊക്കെ ആദാബാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകത്തെ കൊല്ലുമ്പോൾ അറിയാലോ, അങ്ങനെ സുത്തിയിട്ട് കൊല്ലും. മറ്റേതാണെങ്കിൽ എന്ത് ചെയ്യും, അറുക്കും. അതൊക്കെ ആദാബാണ്. പിന്നെ അതിൻ്റെ കറക്റ്റ് ആ കണ്ടനാടി അത് മുറിയുന്ന നിലക്ക് എന്ത് ചെയ്യുക, അറുക്കുക. പിന്നെ ഈ അറവിൻ മൃഗത്തിൽ നിന്ന് കത്തി മാറ്റി പിടിക്കുക. അറക്കണ സമയത്ത് മാത്രം കത്തി പുറത്തെടുക്കുക, അതല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക, അത് പരമാവധി ഒതുക്കി പിടിക്കുക. ഇതിങ്ങനെ വീശി വീശി നടക്കാതിരിക്കുക, അതിന് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തക്ബീർ ചൊല്ലുക, ബിസ്മി ചൊല്ലുക. അറിയാലോ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ മിൻക വലക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആദാബുകളിൽ പെട്ടത്. പിന്നെ മക്രൂഹാത്തുകളിൽ പെട്ടതെന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ ഇത് ഒഴിവാക്കി, ഇതൊക്കെ ചെയ്യാമെന്ന് പറയും മക്രൂഹാത്തായി എന്ന് പറഞ്ഞാൽ മുറിയാത്ത കത്തി കൊണ്ട് ഇറക്കാം, അത് വെറുക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, മൂർച്ച കൂട്ടുക. മൃഗം ഇങ്ങനെ കാണുമ്പോൾ അതിനിങ്ങനെ മൂർച്ച കൂട്ടുക. അതേപോലെ തന്നെ അത് മൃഗം നോക്കി നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക, വേറൊരു മൃഗത്തെ അറുക്കുക. ഇതൊക്കെ മക്രൂഹാത്തിൽ പെട്ടതാണ്. പിന്നെ അറുത്ത് കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അതിൻ്റെ കാലൊക്കെ പിടിച്ചൊടിക്കുക. അതെന്താണ്, പണ്ഡിതന്മാർ പലരും മക്രൂഹാത്തിലാണ് എണ്ണിയതെങ്കിലും അത് ശേഖനെ പറയുന്നുണ്ട് അതെന്താണ്, ഹറാമാണ്. നമ്മൾ ചിലപ്പോൾ അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ വളഞ്ഞിറക്കണ്ടേ നമ്മൾ പിടിച്ചിട്ട് ഒടിക്കുക, അല്ലെങ്കിൽ വേറെ ഇതിൽ അവയൊക്കെ പിടിച്ചൊടിക്കുക. അത് പാടില്ല. അത് ഉറപ്പാവണം, അതിൻ്റെ റൂഹ വെടിഞ്ഞു എന്നെന്ത് ചെയ്യണം, ഉറപ്പായതിനു ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ. അൽഹംദുലില്ലാഹി ബിനിഅമതിഹി തത്തിമ്മു സ്വാലിഹാത്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വളരെ വിശാലമായിട്ടല്ല, അതിൻ്റെ പോയിന്റ് മാത്രം നമ്മളിങ്ങനെ പറഞ്ഞ് പോയതാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞു. ഇത് സത്യത്തിൽ വലിയൊരു കിതാബായിരുന്നു ഷേഖിൻ്റെ. ഷേഖ് അത് ചുരുക്കിയതാണ്, 48 പേജാക്കിയതാണ്. കുറച്ച് വലിയ കിതാബ് ഷേഖ് ചുരുക്കി 48 ആക്കിയതാണ്. അൽഹംദുലില്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.